അപ്പോൾ ശിക്ഷാ നടപടി DIG സ്വീകരിക്കണമെങ്കിൽ, ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കണമെങ്കിൽ ഒരു എൻക്വയറി, നിയമാനുസൃതമായ ഒരു എൻക്വയറി നടന്നിട്ടുണ്ട്. ആ എൻക്വയറി നടത്തിയ വിവരം ഈ അസിസ്റ്റന്റ് കമ്മീഷണർ കുന്നംകുളത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. 1 വർഷക്കാലം എടുത്തു. അദ്ദേഹത്തെ സാക്ഷിയായിട്ട് കോടതി വിളിച്ചിട്ട് സമൻസ് അയപ്പിച്ചിട്ട് 1 വർഷക്കാലം ആ സമൻസ് കൈപ്പറ്റിയിട്ടും അവിടെ ഹാജരാകാതെ അദ്ദേഹം ഒഴിഞ്ഞു നിന്നു. പക്ഷേ SP മുഖേന വാറണ്ട് അയച്ചപ്പോഴാണ് ഹാജരായിട്ട് സാക്ഷി പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്, ആ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുണ്ട്. ആ അന്വേഷണത്തിൽ സുജിത്തിനെ ഈ SIയും പോലീസുകാരും മർദ്ദിച്ചതായിട്ട് വ്യക്തമായിട്ടുണ്ട്. സുജിത്തിൻ്റെ പേരിൽ ആരോപിച്ച കുറ്റങ്ങൾ കളവാണെന്ന് കോടതിയുടെ ഇടപെടലിലൂടെ നടന്ന വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്കും ആഭ്യന്തര വകുപ്പിനും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളതാണ്. അത് വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ ഫയൽ ചെയ്ത് സുജിത്തിന് ലഭിച്ചത് ഈ കഴിഞ്ഞ 3-ാം തീയതിയാണ് മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടത്. അതിനു മുൻപും ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ ഈ കടലാസുകൾ അല്ലെങ്കിൽ രേഖകളുണ്ട്, തെളിവുകളുണ്ട്. ഇനി വാദത്തിന് വേണ്ടി അവരും അറിയുന്നത് ഈ 3-ാം തീയതിയാണെന്ന് സമ്മതിച്ചാൽ തന്നെ എന്ത് ചെയ്യണം? അവിടെ നടന്നിട്ടുള്ള കുറ്റമാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ശിക്ഷാ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. പോലീസ് ആക്ടിൻ്റെ കൃത്യമായ ലംഘനമാണ് കുന്നംകുളത്ത് നടന്നിട്ടുള്ളത്. ഒരു വ്യക്തിയെ കയ്യേറ്റം ചെയ്തു, തടഞ്ഞു വെച്ചു, ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു. ഈ കുറ്റകൃത്യങ്ങൾ ഗുരുതരമാണ്. സ്റ്റേഷൻ്റെ അകത്തും പുറത്തും അദ്ദേഹത്തെ ആക്രമിച്ചു. തലയ്ക്കും മുഖത്തും പുറത്തും എല്ലാം അടിച്ചു, വീണു, പരിക്കുപറ്റി, വീണ്ടും അടിച്ചു, ഭീഷണിപ്പെടുത്തി. ഈ കുറ്റകൃത്യങ്ങൾ ആരുടെ മുൻപിൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുൻപിൽ ഈ കുറ്റകൃത്യങ്ങൾ എപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുവോ, ഉയവർ ഹി ഓർ ഷീ മേ ബി, ആരുമായിക്കോട്ടെ, കുന്നംകുളം പോലീസ് സ്റ്റേഷൻ്റെ SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അവരുടെ മുൻപിൽ ഈ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അപ്പോൾ തന്നെ ഈ പ്രതികൾക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യണം. അതിന് കോടതിയിൽ കംപ്ലൈൻ്റ് ഉണ്ട് എന്നുള്ളതൊരു മറയല്ല. കോടതിയിലൊരു സ്വകാര്യ അന്യായമാണ്. പോലീസുകാർക്കെതിരെ കേസ് കൊടുത്താൽ ആ കേസിൽ നീതി കിട്ടില്ല എന്ന ധാരണയിൽ ഒരു സ്വകാര്യ അന്യായമാണ് അന്യായക്കാരൻ സുജിത്ത് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിലാണ് പ്രാഥമിക നടപടികൾ കോടതി സ്വീകരിച്ചിട്ടുള്ളത്. പോലീസിനെ സംബന്ധിച്ച് നിയമാനുസരണം നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നടപടി നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ മുൻപിൽ ബോധ്യപ്പെടുന്ന, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് then and there they have to register a case and conduct investigation. അപ്പോൾ തന്നെ അവിടെ തന്നെ അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം നടത്തണം. അപ്പോൾ ഒരു കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യണം. 2 കാര്യങ്ങളാണ്. ഡിപ്പാർട്ട്മെൻ്റലായി ഈ ശിക്ഷ കുറഞ്ഞുപോയി എന്ന് സമ്മതിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ സസ്പെൻഷൻ തുടർ നടപടികൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതും. ശിക്ഷയുടെ കാര്യത്തിൽ ഒരു വിധി പ്രഖ്യാപിക്കാൻ ആ ശിക്ഷയുടെ ഫയൽ വിളിച്ചു വരുത്തി, അന്വേഷണ റിപ്പോർട്ട് വിളിച്ചു വരുത്തി, ഈ പ്രതികൾക്ക് പോലീസുകാർക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ കുറ്റത്തിന് ആനുപാതികമാണോ, ഇൻ പ്രൊപ്പോർഷനേറ്റ്, കുറ്റത്തിന് ആനുപാതികമാണോ, അവർ ചെയ്ത കുറ്റങ്ങൾക്ക് ആനുപാതികമാണോ എന്ന് പരിശോധിച്ച് ആനുപാതികമല്ല എന്ന് ആർക്കും കണ്ടെത്താൻ സാധിക്കും. ഏത് സാമാന്യ ബുദ്ധിക്കും ഈ ശിക്ഷ ആനുപാതികമല്ല, എന്താ ഇൻക്രിമെൻ്റ് തടയലോ അല്ലെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റലോ ഒന്നും ഒരു ശിക്ഷയേ അല്ല. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിക്കുകയായിരുന്നു. കുന്നംകുളത്തെ പോലീസ് അതിക്രമത്തെക്കുറിച്ചാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.